1374 നോമ്പിലെ ആദ്യ ഞായറാഴ്ച മിഡിൽബർഗിലെ വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ ബലിയർപ്പണത്തിനിടെ ജീൻ എന്ന വ്യക്തി അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ജീൻ ദിവ്യകാരുണ്യം തന്റെ നാവിൽ സ്വീകരിച്ച ഉടനെ തിരുവോസ്തി രക്തമായി ഒഴുകുന്ന മാംസകഷ്ണമായി രൂപാന്തരപ്പെടുകയും അതിൽ നിന്നും തിരുരക്തം പുറത്തേക്ക് ഇറ്റ് വീഴുകയും ചെയ്തു. പശ്ചാത്താപ വിവശനായ ജീൻ നല്ല കുമ്പസാരം നടത്തുകയും പിന്നീട് വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്തു. അത്ഭുതത്തെക്കുറിച്ചറിഞ്ഞ ആർച്ച് ബിഷപ്പ് ഫെഡറിക് ഈ അത്ഭുത തിരുശേഷിപ്പ് കത്തീഡ്രലിലേക്ക് മാറ്റി. ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം ഇതൊരു അത്ഭുതമായി സ്ഥിരീകരിച്ചു. മാംസമായി മാറിയ തിരുവോസ്തി പരസ്യ വണക്കത്തിനായി സ്ഥാപിച്ചു. തിരുശേഷിപ്പിന്റെ ഒരു ഭാഗം അഗസ്റ്റീനിയൻ സന്യാസി ജീൻ ദേ ഗീസ്റ്റിന് ലഭിച്ചു. അദ്ദേഹം അത് ലുവൈനിലെ വിശുദ്ധ യാക്കോബിന്റെ ആശ്രമ ദേവാലയത്തിൽ മനോഹരമായ അരുളിക്കയിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1431 യൂജിൻ 4-ാമൻ മാർപ്പാപ്പ ഈ തിരുശേഷിപ്പ് സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു. കൂടാതെ അലക്സാണ്ടർ 7-ാമൻ, പോൾ 5-ാമൻ, ക്ലെമന്റ് 15-ാമൻ എന്നീ മാർപ്പാപ്പന്മാരും ദണ്ഡവിമോചനങ്ങൾ ഈ തിരുശേഷിപ്പ് വണങ്ങുന്നവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് കർത്താവിന്റെ ശരീരവും രക്തവുമാണ് എന്ന് വെളിപ്പെടുത്തിയ ഈശോയെ യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.